അതെ, പ്രാർത്ഥനയായിരുന്നു. തങ്ങളുടെ കബറിടത്തിൽ വന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ വകളെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ രണ്ടുപേരിൽ പങ്കെടുത്തു, മറ്റ് ആളുകളും പങ്കെടുത്തു. ഏത് കാര്യത്തിലും ഇവിടെ നമ്മൾ ഇടപെടുന്ന സമയത്ത് പറഞ്ഞാൽ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പ്രത്യക്ഷത്തിൽ തന്നെ എല്ലാ വിധത്തിലുള്ള നേതൃത്വം നൽകുമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമൊക്കെ തന്നെ ആ ഒരു പ്രചോദനം തന്നെയാണ് എല്ലായ്പ്പോഴും ഇങ്ങനെ പോകാനും ആശീർവാദം വാങ്ങാനും ഒക്കെ ഞങ്ങളെല്ലാം പ്രേരിപ്പിച്ചത്. അപ്പോൾ അതിൽ വന്നതാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ നേരെ ലീഗിൻ്റെ ജില്ലാ ഓഫീസിൽ പോയി, അതിനുശേഷം DCC ഓഫീസിൽ പോയി തിരിച്ചു വന്ന് കളക്ട്രേറ്റിൽ നമ്മൾ കളക്ടറെടുത്തും ADMൻ്റെ അടുത്തും നോമിനേഷൻ സമർപ്പിക്കും. നിങ്ങളെല്ലാം വളരെയേറെ എപ്പോഴും സഹായിക്കുകയും പത്രപ്രവർത്തകന്മാരുള്ളതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് ഉപദേശിക്കുകയും ചെയ്തിട്ടുള്ള പത്രക്കാരാണ്. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് പറഞ്ഞ പോലെ തന്നെ പ്രചാരണം ഒരു പ്രത്യേക ഘട്ടത്തിലേക്കെത്തി. ഇന്ന് ബഷീർ സാഹിബും ഈ വിനീതനും മറ്റു UDF കേരളത്തിലെ മറ്റ് UDFന്റെ സ്ഥാനാർത്ഥികളൊക്കെ ഓരോ ദിവസങ്ങളിലായിട്ട് പത്രിക സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ വലിയ ആവേശമാണ് ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ എന്തെന്നില്ലാത്ത ഈ ഒരു കാലാവസ്ഥയിലും വളരെ വലിയ ഒരു ഉന്മേഷത്തോടു കൂടിയാണ് എല്ലാവരും അവരുടെ ദൃഢനിശ്ചയം, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ദൃഢനിശ്ചയം അതവർ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നോമിനേഷൻ സമർപ്പിക്കുന്നതോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം കുറെ കൂടി ഊർജിതമായി, കുറെ കൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകും. അതിൻ്റെ നോമിനേഷൻ സമർപ്പിക്കുന്നതിൻ്റെ പതിവ് രീതി അനുസരിച്ചാണ് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് പറഞ്ഞ പോലെ പാണക്കാട് അഭിവന്ദ്യനായ ആദരണീയനായ സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ, അഭിവന്ദ്യനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത്, ഈ മസ്ജിദിൻ്റെ പരിസരം. അവിടെ വന്ന് ഞങ്ങൾ പതിവ് പോലെ ഞങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവർക്കും അഭിവന്ദ്യനായ സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് തങ്ങളവറുകൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രാർത്ഥന നടത്തി നമ്മളിനി മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോണ്, നോമിനേഷൻ സമർപ്പിക്കാൻ പോണ്. ബഷീർ സാഹിബ് പറഞ്ഞതന്നെ പറയാനുള്ളൂ. മാധ്യമപ്രവർത്തകർ ഉള്ളഴിഞ്ഞ സഹായ സഹകരണങ്ങളും മാത്രമല്ല എപ്പോഴും നമ്മളെ കൂടെ നിൽക്കുന്നവരാണ്. ആ രീതിയിലുള്ള ഒരു ദൃഢമായിട്ടുള്ള ബന്ധമാണ്. അതിനിയും ഉണ്ടാവണമെന്നും കൂടി കിട്ടിയ അവസരത്തിൽ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് അപേക്ഷിക്കുകയാണ്. താങ്ക് യു.